ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 ബീഫ് സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് വരട്ടിയതും പിന്നെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ബീഫും പിന്നെ നമ്മളെ ബീഫ് വരട്ടാനുള്ള ബീഫും ഞാനിവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ബീഫ് വരട്ടാനുള്ള ബീഫ് എന്ന് പറയുന്നത് നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ബീഫാണ് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് അടിഭാഗത്ത് വെക്കാം. നിങ്ങൾ രണ്ടും ഒരുമിച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മളെ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള വലിയ പീസും വെച്ചാൽ മതി. എന്നിട്ട് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള പീസ് നമ്മൾ കുക്കായതിനു ശേഷം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി 2 കുക്കറിലായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബീഫ് വരട്ടാനുള്ളത്. ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. മറ്റേത് നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള ബീഫ് വലിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ അവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫിൻ്റെ സൈസ് കണ്ട് ആരും ഞെട്ടണ്ട കേട്ടോ. അത് നമ്മൾ എല്ലില്ലാത്ത വലിയ പീസ് നോക്കി എടുത്തതാണ്. അപ്പോൾ ഇനി ബീഫ് ഫ്രൈ ആക്കാനുള്ള ബീഫ് നമ്മളിതാ നല്ല നീളത്തിൽ അധികം തിക്കല്ലാത്ത രീതിയിൽ നമ്മളിതാ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ കട്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഇതാ അവിടെ കട്ടാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ തേച്ചിട്ട് നമുക്ക് ഒരു 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മസാല പിടിച്ചാലുള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ അത് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബീഫിലേക്ക് ആദ്യം ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബീഫ് കുക്കാക്കുന്ന സമയത്ത് 2 ബീഫിലും വരട്ടാനുള്ളതാണെങ്കിലും ഫ്രൈ ചെയ്യാനുള്ളതാണെങ്കിലും അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഇനി നമ്മൾ മസാലകൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബീഫിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടിട്ടുള്ളത് നമ്മൾ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ എരിവിന് വേണ്ടിടത്തോളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എരിവിന് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കോൺഫ്ലവറുമാണ്. കോൺഫ്ലവർ ഞാൻ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫൈനലി നമ്മൾ ആഡ് ചെയ്യുന്നത് വിനെഗറാണ്. ഇനി നിങ്ങളെ കയ്യിൽ ബീഫ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റോക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ബീഫ് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ബീഫ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാധാ വെള്ളം എടുത്തിട്ട് നമ്മളെ മസാല നന്നായിട്ട് ബീഫിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനത് അവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. ഇനി ഞാൻ ബീഫ് ഫ്രൈ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് മസാല തേച്ച് വെച്ചിട്ട് രാത്രിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബീഫിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഇനി നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ബീഫ് വരട്ടണത്. ഉമ്മൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നൈസായിട്ടൊന്നല്ല കേട്ടോ അരിഞ്ഞിട്ടുള്ളത്, വലിയ പീസാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. തക്കാളി ആണെങ്കിലും ഉള്ളി ആണെങ്കിലും വലിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ചെറിയുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടതാണ് കേട്ടോ, അരിഞ്ഞിട്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ കല്ലില്ലേ ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ കല്ലിനോട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് നമ്മൾ കുക്കറിൽ ഇടുകയാണ്. കുക്കറിലിട്ടിട്ട് നമ്മളൊരു 3-4 വിസിലോളം വേവിക്കണം കേട്ടോ. നന്നായിട്ട് വേവിക്കണം. നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു 4 വിസിലാകുമ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കാക്കിയിട്ടുള്ള ബീഫ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ബീഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബീഫിലെ നെയ്യൊക്കെ ഇതാ ഊറി മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതാ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നന്നായിട്ട് നമ്മൾ കുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പച്ചക്കറി ഇതവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ കുക്കാക്കിയിട്ടുള്ള ഈ വെജിറ്റബിൾ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ വെള്ളം ഒഴിക്കരുത്, നമ്മൾ വെജിറ്റബിൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് അമർത്തി നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. തക്കാളി ഉള്ളിയൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്ക് നമുക്കിത് അതിലേക്കുള്ള മസാല ഇവിടെ ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ മഞ്ഞൾപ്പൊടിയും നമ്മളെ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരും. പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരിക്കലും കരിക്കരുത് കേട്ടോ നമ്മളെ മസാലപ്പൊടി.
കരിച്ച് കളഞ്ഞാൽ നമ്മളെ ഈ ഒരു വരട്ടീൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മസാലപ്പൊടി നമ്മളെ ഈ പേസ്റ്റ് പോലെ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ചട്ടിയിലുള്ള പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിതിൽ തക്കാളിയും ഉള്ളിയൊക്കെ എത്ര വലിയ പീസാക്കി ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ തക്കാളി ഏതാ ഉള്ളി ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല, അത്രയും പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്, നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. ആ മസാല തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ചൂടാക്കി വറുത്തൊക്കെ ഇടുന്നതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ നമ്മളിതിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചട്ടിയിലേക്കാണ് ആഡ് ചെയ്യുന്നത്, നമ്മൾ ചൂടാക്കുമ്പോൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ ചട്ടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഗരം മസാലയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ചട്ടിയിൽ നിന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കാണ് ഇനി നമ്മൾ കുക്കാക്കിയിട്ടുള്ള ബീഫ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ആദ്യം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മസാലയിലൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ബീഫ് കുക്ക് ചെയ്തപ്പോൾ അതിൽ ഇറങ്ങി വരുന്ന വെള്ളമല്ലേ, ആ ബാലൻസ് ഉള്ള വെള്ളം, അതും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ബീഫ് കുക്കാക്കിയിട്ടുള്ള വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമുക്കിനി ഇത് വേവാനില്ല, അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുറുകി വന്നാൽ മതി. നമ്മളിതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ. കുറുകി വരുമ്പോൾ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് മല്ലിച്ചപ്പും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ ചെയ്യണത് ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കറിവേപ്പില മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ഇനി മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് നന്നായിട്ട് കുറുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീഫ് വരട്ടിയത് ഇതാ അവിടെ കുറുകിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിൽ വെച്ചിട്ട്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം വേഗം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇക്ക വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പോൾ ഇക്കയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മൻ്റെ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇവിടെ ബീഫ് ഉണ്ടായപ്പോൾ ഉമ്മ വേഗം എടുത്തിട്ട് ഈ ഒരു റെസിപ്പി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമ്മളിതാ നമ്മളെ ബീഫ് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഉച്ചയ്ക്ക് എങ്ങാനും മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ബീഫ് ഇതാ ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പില മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മൾ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ബീഫ് കുറേ സമയമൊന്നും ഇട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് കുക്കാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ കളറൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി എടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് ഫ്രൈക്ക്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഒരു ബീഫ് ഫ്രൈ ചെയ്ത സമയത്ത് എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചതാണ്, ബീഫ് നമുക്ക് ഇത്രയും ടേസ്റ്റിൽ വീട്ടിലും ഫ്രൈ ചെയ്യല്ലേ എന്ന് എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെറുതെ തള്ളി മറിക്കില്ല കേട്ടോ, ശരിക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു ബീഫ് ഫ്രൈക്ക് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ നമ്മളെ കളറിൻ്റെ പൗഡർ ഇല്ല, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ഒരു കളർ കിട്ടണം